ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. നൃണാം ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിർഹി ജായതേ കലൗ ഭക്തിർഭക്ത്യാ കൃഷ്ണ പുരസ്ഥിതഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നൃണാം എന്നാൽ മനുഷ്യർക്ക്, ജന്മസഹസ്രേണ അനേകം ജന്മങ്ങൾ കൊണ്ട്, ആയിരക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട്, ഭക്തൗ എന്നാൽ ഭക്തിയിൽ, പ്രീതിർഹി ജായതേ പ്രീതിഹി എന്നാൽ ആനന്ദം, ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയുകയാണ് അവിടെ. അനേകായിരം വർഷങ്ങളുടെ അനേകായിരം ജന്മങ്ങൾ കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ഭക്തിയിൽ ആനന്ദം കിട്ടുകയുള്ളൂ. ജായതേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു. ഭക്തിയിൽ ആനന്ദം ജനിക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് ജന്മങ്ങളുടെ ആ ഒരു പുണ്യം കൊണ്ട് മാത്രമാണ്. ഭക്തി എന്ന് പറയുന്നത് ആ ആനന്ദ സ്വരൂപനെ അനുഭവിക്കലാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഭക്തിയിൽ ആനന്ദം കിട്ടുന്നത്. ആയിരക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് പറയാണ് കലൗ എന്നാൽ ഈ കലിയുഗത്തിൽ ഭക്തി പിന്നെയും എടുത്തു പറയാണ് കലൗ ഭക്തിർ, അതായത് ഈ കലിയുഗത്തിൽ ഭക്തി മാത്രമാണ്. ഭക്ത്യാ കൃഷ്ണ പുരസ്ഥിത. അപ്പോൾ എത്രയോ ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുത്തതിന് ശേഷം ആ ജന്മങ്ങളിലെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഭക്തിയിൽ ആ ആനന്ദം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ ഭക്ത്യ എന്നാൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രം കൃഷ്ണ പുരസ്ഥിത. കൃഷ്ണ ആ ശ്രീകൃഷ്ണ ഭഗവാൻ പുരസ്ഥിത, പുരഃ എന്നാൽ മുന്നിൽ, സ്ഥിത വന്ന് പ്രത്യക്ഷനായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ കലിയുഗത്തിൽ ഭക്തി ഒന്നു മാത്രമേ വേണ്ടൂ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ. അതാണ് ഈ കലികാലത്തിൻ്റെ പ്രത്യേകത. നമ്മൾ പൂന്താനം തിരുമേനി പറയും പോലെ യുഗം 4 നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ഈ 4 യുഗങ്ങളിലും, കൃതത്രേത ദ്വാപര കലിയുഗങ്ങളിൽ 4ലും ഈ കലിയുഗത്തിൽ മാത്രമേ ഭക്തി ഒന്നുകൊണ്ട് നമുക്ക് മുക്തിപദത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അതിനെന്തേ വേണ്ടൂ? ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഭക്തിപൂർവം ഭഗവാനെ മനസ്സിൽ സദാ സ്മരിച്ചുകൊണ്ട്, മനസ്സിൽ ആ രൂപത്തെ ഉറപ്പിച്ചുകൊണ്ട് സദാ ഭഗവാനെ അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. കാപിലത്തിൽ നമുക്ക് കാണാം, കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഗരുഡോപരിയിരിക്കുന്ന ബാഹുക്കളോടുകൂടിയ ആ വേഷഭൂഷാദികളണിഞ്ഞ ശ്രീഹരി ഭഗവാന്റെ രൂപം മനസ്സിൽ സദാ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് കഴിയുക. അങ്ങനെ കഴിഞ്ഞാൽ ആ ഭഗവത് പദത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഇവിടെയും അതുപോലെ തന്നെ പറയുകയാണ്. ഈ കലിയുഗത്തിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രം, ഭക്തി മാത്രം മതി, ഭഗവാൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. കുറൂരമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, വില്വമംഗലം സ്വാമിയാർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ എത്ര പേർക്ക് ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭഗവാൻ മുൻപിൽ പ്രത്യക്ഷനായി നമുക്ക് കാണിച്ചു തരും. ചിലപ്പോൾ ഒരു പക്ഷേ രൂപത്തിലും നാമത്തിലുമൊക്കെ ഭേദം വന്നേക്കാം, പക്ഷെ ഭഗവാൻ പ്രത്യക്ഷത്തിൽ നമ്മുടെ കൂടെയുണ്ടെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. അതാണ് ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത. ഇവിടെ എത്ര ജന്മജന്മാന്തരങ്ങളിലായി എടുത്ത പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഭക്തി നമുക്കൊന്ന് ഉറച്ചു കിട്ടുന്നത്. ഭക്തി ഉറച്ചാലാകട്ടെ, ആ ഒരു നല്ല ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ അനുഭവിക്കാൻ തന്നെ കഴിയും. അതാണ് പറഞ്ഞത്, ഭക്തൗ പ്രീതിർഹി ജായതേ. ആ ആനന്ദം, ഭക്തിയിൽ ആ ആനന്ദം കിട്ടണമെങ്കിൽ എത്രയോ കോടാനുകോടി ജന്മങ്ങളിലെ
പുണ്യം നമ്മളോടൊപ്പം ഉണ്ടാകണം. അങ്ങനെ ഈ കലിയുഗത്തിൽ അപ്പോൾ അതിനു വേണ്ട യോഗ്യതയാണ് ഭഗവാനെ മുൻപിൽ കാണുവാൻ, ഭഗവാനെ അനുഭവിക്കുവാൻ വേണ്ട യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഭക്തിയാണ്. ആ ഉറച്ച ഭക്തി ഭഗവാനിലുണ്ടാകണം. നമുക്ക് ജ്ഞാനപ്പാനയിൽ തന്നെ കാണാം അല്ലേ, ഈ ഭാരതഖണ്ഡത്തിൽ വന്നിട്ടൊരു പുല്ലായിട്ടെങ്കിലും പിറക്കുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ആർക്ക്? മറ്റു 13 ഖണ്ഡങ്ങളിലുള്ളവർക്ക്. അതായത് ഭാരതത്തിൽ ഈ കലിയുഗത്തിൽ ഗുരുവായൂരപ്പൻ വാഴുന്ന ഈ മണ്ണിൽ ഭൂലോക വൈകുണ്ഠനാഥൻ്റെ ഇരിപ്പിടമായിട്ടുള്ള, കേളീരംഗമായിട്ടുള്ള ഈ ഭാരതഖണ്ഡത്തിൽ ഭഗവാനെ വന്നു പിറക്കാൻ കഴിയുന്നത് പോലും പുണ്യമാണ്, എത്രയോ ജന്മങ്ങളിലെ പുണ്യമാണ്. അങ്ങനെയുള്ളിടത്ത് ആ ഭഗവാനിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ച് ആ ഭക്തിക്ക് വളം നൽകി അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയാൽ, ഭഗവാനല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കാനില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ ഭഗവാൻ തന്നെ നോക്കിക്കോളുമെന്ന്, അഥവാ തന്നെ മഹാബലിയെപ്പോലെ തൻ്റെ സർവവും സമർപ്പിക്കുക മാത്രമല്ല, ഒടുവിൽ തന്നെ സമർപ്പിച്ച മഹാബലിയെ ഭഗവാൻ കാവലായി നിന്നുകൊണ്ട് സംരക്ഷിക്കുന്നതുപോലെ നമ്മുടേത് കൊടുക്കുക മാത്രമല്ല, നമ്മളെ തന്നെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊള്ളുമെന്ന ആ ഒരു ഉറച്ച ഭക്തിയുണ്ടെങ്കിൽ ആ ഭക്തി ഒന്നുകൊണ്ട് തന്നെ ഭഗവാനെ മുൻപിൽ കാണാനാകുമെന്നിവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. നൃണാം ജന്മസഹസ്രേണ ഭക്തൗ പ്രീതിർഹി ജായത്തെ കലൗ ഭക്തിർ ഭക്ത്യാ കൃഷ്ണ പുരസ്ഥിതഃ. ഇനിയും ആ ശ്ലോകത്തിലെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ 3-4 വിസർഗം വരുന്നുണ്ട്. 2-ാമത്തെ പാദത്തിൽ ഭക്തി, അതുപോലെ കൃഷ്ണ പുരസ്ഥിത, ഇങ്ങനെ ഒരു 4 അവിടെ വിസർഗം വരുന്നുണ്ട്. അത് പകുതി ഹകാരത്തിൽ തന്നെ വായിക്കുക. പിന്നെ കലൗ ഭക്തിർ ഭക്ത്യാ കൃഷ്ണ പുരസ്ഥിത. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള വായിക്കുമ്പോൾ. ഹരേ കൃഷ്ണ.